ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണല്ലോ. അതായത് എൻ്റെ പുതിയ ചാനലാണ് അപ്പൂസ് വ്ളോഗ്സ് 20. എൻ്റെ പഴയ ചാനലിൻ്റെ പേര് അപ്പൂസ് വ്ളോഗ്സ് എന്നായിരുന്നു. നമ്മുടെ ഒളിവിയ ചേച്ചിക്കെതിരെ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ ചാനൽ സ്ട്രൈക്ക് തന്ന് ചേച്ചി പൂട്ടിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം ഇതിന് മുന്നേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ വീഡിയോ ചെയ്ത ആൾക്കാർ ഒന്നീ മാപ്പുറ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഈ പറയുന്ന ഡിലീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും കുറേയധികം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരിങ്ങനത്തുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ മുഖമോ ബാക്കി കാര്യങ്ങളോ വെച്ചുള്ള തമ്മനെയിലൊക്കെ മാറ്റിക്കോണമെന്ന് ബാക്കി കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്, അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനിതൊന്നും അറിഞ്ഞില്ല. എനിക്ക് ഈ പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ ഇടയിലൊന്നും ഭയങ്കര ഇതായിട്ടുള്ള ആൾക്കാരെ അറിയുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അറിഞ്ഞില്ല, ഞാൻ മാറ്റുകയും ചെയ്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കാൻ നേരത്തെ എനിക്ക് മെയിൽ വരുന്നു ഈ പറയുന്ന സ്ട്രൈക്ക് വന്നു എന്നുള്ളത്. അടുത്ത ഒരു 10-15 അതോ ഒരു മണിക്കൂറിന് ശേഷം അടുത്ത സ്ട്രൈക്ക് വരുന്നു. പിന്നീട് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ അറിയുന്നു ഈ പറയുന്ന എൻ്റെ ചാനൽ 7 ദിവസത്തിനുള്ളിൽ ടെർമിനേറ്റ് ആവും, ഇനി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലെന്ന്. ആ സമയത്താണ് ബാക്കി കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സിവിയണ്ണനും ചേച്ചി കൂടെ അച്ചുമേടോ കൂടെ തന്ന പണിയാണെന്നുള്ളത്. അപ്പം ഒന്നുകിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, അവർക്ക് നേരത്തെ വിളിച്ച് സംസാരിക്കുകയോ ബാക്കി കാര്യങ്ങളോ കോൺടാക്ട് ചെയ്യുക ചെയ്യുന്ന ചില സമയത്ത് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് സ്ട്രൈക്ക് പിൻവലിക്കും. എൻ്റെ പട്ടി പോകും അതിന്. കാരണം നട്ടെല്ലെന്ന് പറയുന്നൊരു സാധനം എനിക്കുണ്ട്, അതിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. എൻ്റെ ചോരയെന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിച്ച് തിന്നുന്ന ചോരയല്ല, അതിലുണ്ടായതല്ല ഞാനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ പൊന്നു ചേച്ചി ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. നിങ്ങൾ സ്ട്രൈക്ക് തന്നോളൂ, ചാനൽ പൊട്ടിച്ചോളൂ, ഞാൻ അടുത്ത ചാനൽ തുടങ്ങും. നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വീണ്ടും സ്ട്രൈക്ക് തരൂ, ചാനൽ പൊട്ടിക്കൂ, ഞാൻ അടുത്ത ചാനൽ തുടങ്ങും. നമുക്ക് ഈ ടോം ആൻഡ് ജെറി എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന ഓശാരം വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നിട്ട് നിങ്ങൾക്ക് അച്ചാരം വാങ്ങി തിന്ന് ഓശാരമൊക്കെ വാങ്ങി തിന്നിട്ട് ഐലേസ ഏലസ കുമ്പിട്ടുകൊണ്ട് മാല തൂക്കിയിട്ടിരുന്ന കുറേ പെമ്പിള്ളാരോടുണ്ടല്ലോ, അതിൽ പെട്ടതല്ല ഞാനെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങോട്ട് ആ പരിസരത്തോട്ട് വരികയില്ല, ആ പരിപാടിക്കൊന്നും നിൽക്കുകയില്ല, ഇതൊന്നും എന്നെ കണ്ട പേടിപ്പിക്കുകയില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് തന്നെയായാലും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആയാലും അത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ആ ചേച്ചിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ചാനൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം ഒരുപാട് പേരെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ കോൺടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കിത് കണ്ട സമയത്ത് എന്ത് ചെയ്യണം, ലീഗലി എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടുള്ളതെന്നൊന്നും എനിക്കറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ചേച്ചീനെ വിളിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്, നമ്പർ എടുത്തിട്ട് വിളിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പം എനിക്ക് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിലെനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേയധികം ആൾക്കാരെ നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിക്കുമ്പോൾ പോലും, പല യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ നിന്നായാൽ പോലും നമ്മുടെ അടുത്ത് പൈസ ചോദിക്കും. പൈസയ്ക്കാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്, അത് അവരുടെ ജോലി, അവരവരുടെ. പക്ഷെ ഒരു സഹായം ചെയ്യുന്ന സമയത്ത് അതുപോലും ബിസിനസ് ആക്കുന്ന ആൾക്കാരുണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഇടയിലെന്ന് പറയുമ്പോഴത്തേക്ക്. ഒരു ചെറിയൊരു കാര്യത്തിന് പോയാൽ പോലും എന്നിട്ട് പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പോലും റിപ്ലൈ ചെയ്യാത്ത പല ആൾക്കാരുണ്ട്. അതിൽ നിന്ന് വിളിച്ച സമയത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അതേ ടൈമിൽ തന്നെ തിരിച്ച് റിപ്ലൈ ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പേടിക്കേണ്ട, മോള് വേറൊന്നും വിചാരിക്കേണ്ട, ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നുള്ളൂ എന്ന് പറഞ്ഞു തരുന്നൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലായി ഈ പറയുന്ന ആ ചേച്ചിയുടെ സത്യസന്ധത എന്താണ്, അല്ലെങ്കിൽ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഭയങ്കര രീതിക്ക് ഞാൻ നോക്കിയിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം കൃത്യമായിട്ട് നോക്കിയപ്പം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരാളുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാളുടെ സത്യസന്ധത എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ചേച്ചിയെടുത്ത്. ആ സമയത്ത് വേറെ കണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സപ്പോർട്ട് തന്നു, കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അവർ രണ്ടുപേരും തന്നൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ ആൾക്കാരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങൾ, പല തരത്തിലുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആഗ്രഹമുള്ളത് നമുക്ക് നാലാളുടെ അടുത്ത് പറയാൻ തോന്നുന്നത് നമുക്ക് പബ്ലിക്കായിട്ട് ഒരിടത്ത് പോയി എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് എത്ര ഈ പറയുന്ന പൈസ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലും മനുഷ്യരുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയല്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തുമാത്രം ഈ പറയുന്ന ജോലി ചെയ്തിട്ട് അവരുടെ രീതിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പൈസ കിട്ടുന്നതാണ്. എന്നിട്ട് പോലും അവർ യൂട്യൂബ് ചാനലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണില്ല. അതുപോലെ നമുക്ക് കുഞ്ഞു സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളുടെ പിന്നിലായിരിക്കും ഈ ഒരു യൂട്യൂബ് തുടങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പം അച്ചു ചേച്ചിക്കും ഈ പറയുന്ന സിബി അണ്ണനും ആണെന്നുണ്ടെങ്കിൽ 2 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇഷ്ടം പോലെ ആൾക്കാരെ പറ്റിച്ച് കൂട്ടിയെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ
ഇങ്ങനെ പോയിരുന്ന ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യുക, ഒരു മൂലയ്ക്ക് പോയിരുന്ന് കാല് കഴിച്ച് തിന്നുക, ഇറച്ചിക്കാല് കഴിച്ച് തിന്നുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആഹാരം വെച്ച് തിന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഇതൊരു സുഖമുള്ള പരിപാടിയായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ കടയൊക്കെ പൂട്ടിയെന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ ഒരു ഷോപ്പിൻ്റെ സംഭവമൊക്കെ നിന്നെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈച്ചയടിച്ചിരിക്കുവാണല്ലോ. അപ്പം അങ്ങനെ ഈച്ചയടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആരെങ്കിലും വീണ്ടും വീണ്ടും ചൊറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ആ ചൊറിയൽ ചെയ്യണം എന്നുള്ള തോന്നലിൻ്റെ പുറത്ത് വീണ്ടും വീണ്ടും ആൾക്കാരെ മുകളിൽ പോയി, ഇത്രയും നേരം ആ പെൺകുട്ടികളുടെ മണ്ടയിലായിരുന്നെങ്കിൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് ഓരോ വീഡിയോസ് ചെയ്ത ആൾക്കാരായിട്ട് ചെകഞ്ഞ് എടുത്ത് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ വലിയ ഫോട്ടോസ് വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചതുകൊണ്ടൊന്നും തന്നെ ദൈവത്തിനെ വിളിക്കുന്നത് കൊണ്ട് മാത്രം ദൈവവിശ്വാസി ആവണമെന്നൊന്നുമില്ല. കള്ളത്തരം കാണിക്കാൻ പറ്റുമല്ലോ. അത് കൃത്യമായിട്ട് ഈ ഒരു ആക്ഷനിലൂടെ മനസ്സിലായി കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് ദൈവവിശ്വാസിയായിരുന്നു. ഞാൻ പറയുന്ന ഡയലോഗ് കേട്ടാൽ തോന്നും, എന്നെ ഇത്രയും ദ്രോഹിച്ചു, എന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് ഞാൻ ആർക്കും എതിരെ ഇതുവരെ പ്രതികരിച്ചില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, മറ്റേതാണ് മറിച്ചതാണ്, ഞാൻ ഭയങ്കര സത്യസന്ധയാണ്, ദൈവവിശ്വാസിയാണ്, അതാണ് ഇതാണ് എന്നുള്ള കുറേ ഡയലോഗുകൾ ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായി. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയുടെ കണ്ണീര് എത്തരത്തിൽ വീഴ്ത്തിയെന്നും എത്തരത്തിൽ നാടകം കളിച്ച് ആ വീട്ടിൽ കയറി കൂടി അതിൻ്റെ ഓണറായെന്നും കൃത്യമായിട്ട് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയുന്നത്. കാരണം ഇത്ര ക്രൂക്കഡ് മൈൻഡായിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കുക, എനിക്കൊന്ന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഞാൻ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. കാരണം ആൾക്കാരെ ദ്രോഹിക്കുമ്പം ചില സാഡിസ്റ്റ് എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ വേറൊരു വേർഷൻ, കൂടിയ വേർഷനാണ് രണ്ടെണ്ണം. അത് ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം രണ്ടുപേർക്കും വേറെയുള്ള ആൾക്കാരെ ദ്രോഹിക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അത് ഇത്രയും കാലം മറ്റേ കട നടന്നുകൊണ്ടിരുന്ന സമയത്താകുമ്പോഴത്തേക്ക് അവരെടുത്ത് മണ്ടയ്ക്ക് കയറിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ അത് പൂട്ടിയ സമയത്ത് പെട്ടെന്ന് ആസ്വാദന ശേഷി നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഇനി ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും പറയുമല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു സുഖം കിട്ടണമല്ലോ. ഈ പറയുന്ന കണക്ക് ബാക്കിയുള്ളവർ ദ്രോഹിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പം കുഞ്ഞു തൊട്ട് വലിയ ചാനലിനൊന്നും വ്യത്യാസമില്ല, ഭേദമില്ലാതെ നല്ല രീതിക്ക് ചൊറിയാനായിട്ട് വരുന്നുണ്ട്, നല്ല രീതിക്ക് സ്ട്രൈക്ക് അടിക്കുന്നുണ്ട്, വീഡിയോസൊക്കെ ഈ പറയുന്ന കണക്ക് പോകുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ തന്നെ പൂട്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് അന്ന് പറഞ്ഞ കണക്ക് പൊടി പിടിച്ചിടുന്ന കുഞ്ഞു ചാനലുകളോടായിട്ട് ഞാൻ പറയുവാണ്, ഒരുപാട് പണി കിട്ടും. ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും തമ്മിൽ മാറ്റിക്കോ, എന്നാലും പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെയോ പണികൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തോറ്റു പോകരുത്, തോറ്റു കൊടുക്കരുത്. ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ മുന്നിൽ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നാണം കെട്ട ജന്മങ്ങളായിപ്പോൾ. ഒരിക്കലും ഇതിൻ്റെയൊക്കെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പോകരുത്. കാരണം ഒരു നാണവും മാനവും ഇല്ലാത്ത ജന്മങ്ങളാണ്. അവരുടെ മുന്നിലൊക്കെ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും അതപ്പതിച്ച ജന്മങ്ങളെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത്. ഞാനതല്ല ആലോചിക്കുന്നത്, ആ കൊച്ചെങ്ങനെ സഹിക്കുന്നോ എന്തോ. ഇത് ഏതെങ്കിലും ഒന്നെങ്കിലും നന്നാവണ്ടേ. ഇപ്പം ഒരു വീട്ടിലാകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഏതെങ്കിലും ചിലപ്പോൾ രണ്ടുപേരും നല്ലതായിരിക്കും, ചിലപ്പം ഒരാളെങ്കിലും നല്ലതായിരിക്കും. ഇത് രണ്ടും ഒരുപോലെ ആയിപ്പോയപ്പോഴത്തേക്ക് എന്താവോ എന്തോ ഗതി എന്ന് പറയുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, എൻ്റെ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ടൊരു പാദസരത്തിൻ്റെ കുലുക്കം കേട്ടപ്പോഴത്തേക്ക് കൃത്യമായിട്ട് വന്ന് കുറേ ഡയലോഗ് അടിച്ചായിരുന്നേ. അപ്പോൾ അന്നേ എനിക്ക് പിടി കിട്ടിയായിരുന്നു ഇത് അമ്മച്ചിയുടെ പണിയാണെന്നുള്ള കാര്യം. അപ്പം അമ്മച്ചി, ഞാൻ വേറൊരു വീട്ടിൽ പോയിട്ട് വേറൊരു ഭാര്യയുടെ ഭർത്താവിനെ അവരുടെ കാശ് കണ്ട് അടിച്ചെടുത്ത് ജീവിതം തുടങ്ങിയ വ്യക്തിയല്ല. അതുകൊണ്ട് പുച്ഛം മാത്രം, ഒരു ലോഡ് പുച്ഛം മാത്രമാണ് നിങ്ങളുടെ അടുത്തുള്ളതെന്ന് പറയുന്നത്. ഇതൊന്നും നമ്മളെ യേശത്തില്ല കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ലോകം കണ്ടതാണ്, ഞാൻ അത് കണ്ടാണ്, ഞാൻ ഇത് കണ്ടാണ്, ഞാൻ മറ്റേത് കണ്ടാണ്. അപ്പം എന്നോട് എനിക്ക് ബാക്കിയുള്ളവർക്ക് അസൂയ അല്ല തോന്നുന്നത്, അമർഷമാണ് തോന്നുന്നത്. അമർഷം. വേറൊരു പെണ്ണിൻ്റെ കെട്ടുതാലി പൊട്ടിച്ചിട്ട് അവിടെ കയറിക്കൂടിയ നിന്നോടൊക്കെ അസൂയ തോന്നാനോ? അസൂയല്ല, ഞാൻ പറഞ്ഞില്ല, അറപ്പും വെറുപ്പുമാണ് തോന്നിയെന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ സ്ട്രൈക്ക് അടിച്ചോ, പൂട്ടിച്ചോ. അടുത്ത ചാനലുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം ബാക്കിയുള്ളവർത്തൊക്കെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേച്ചിക്ക് വീണ്ടും പൂട്ടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.